ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്നത്തേത് ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ്. നമുക്ക് ബോഡിയിലും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണിത്. നമ്മൾ വെയിലാണെന്ന് കരുതിയിട്ട് പുറത്തു പോകാണ്ടൊന്നും ഇരിക്കൂല. പക്ഷേ വെയിലടിച്ചിട്ട് നമ്മുടെ സ്കിന്ന് ആകെപ്പാട് കരിവാളിച്ച് ഫേസിലൊക്കെ നല്ലതുപോലെ ടാനൊക്കെ വീഴാറുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമ്മുടെ പാക്കിന് ആദ്യമായിട്ട് വേണ്ടത് കുക്കുംബറും പപ്പായ, ഒരു കഷ്ണം മഞ്ഞളും ഒന്ന് മിക്സിയിൽ നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ പാക്കിന് ആദ്യമായിട്ട് വേണ്ടത് കുക്കുംബറും പപ്പായ, ഒരു കഷ്ണം മഞ്ഞളും, പിന്നെ കുറച്ച് മുൾട്ടാണി മിറ്റിന്റെ പൗഡറാണ് കേട്ടോ. എൻ്റെ അടുത്തുള്ളത് തീർന്നു പോയിട്ടുണ്ടെന്നാലും ഇതിൽ എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ളതുണ്ട്. ഇതിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നമുക്ക് എത്രയാണോ പാക്കിന് ആവശ്യം വരുന്നത് അത്ര എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കിന് ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞളും പപ്പായയും കുക്കുംബറും ഒന്ന് മിക്സിയിൽ നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. നല്ലതുപോലെ പേസ്റ്റ് ആയിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, പപ്പായ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് 2 ടീസ്പൂണ് മുൾട്ടാണി മിറ്റിന്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പാക്കൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മിക്സ് ആക്കിയുണ്ട് എല്ലായിടത്തും എത്തുന്നത് വരെ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുൾട്ടാണി മിറ്റിന്റെ പൗഡർ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിത് ഫേസിൽ കുറച്ച് സമയം പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൾട്ടാണി മിറ്റിയുടെ പൗഡർ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പക്ഷേ അത് ചേർത്തിട്ടില്ലെങ്കിലും ഇതിന് നല്ല റിസൾട്ട് തന്നെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ പപ്പായ, എല്ലാവരുടെ വീട്ടിലും പപ്പായ ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ ചെറിയൊരു പീസ് മാത്രം ഫേസ് പാക്കിന് വേണ്ടിയിട്ട് അത് മാറ്റി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ എപ്പോൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് ഇവിടെ അധികം ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടാവാറുണ്ട്, എപ്പോഴെങ്കിലൊക്കെ ഓരോന്നോരോന്ന് പഴുത്തിട്ട് കിട്ടാറുണ്ട്. പക്ഷെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉമ്മ കൊടുത്തു വിട്ടതിന് പപ്പായന്ന് 1 പീസ് ഞാനവിടെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് തൈരും കൂടെ ചേർക്കാം കേട്ടോ. അപ്പൊ ഞാനിത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇരുപത് മിനിറ്റ് ആണ് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ബോഡിയിലാണെങ്കിലും 20 മിനിറ്റ് വെക്കാം കേട്ടോ. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള, കണ്ണിന് താഴെയുള്ള കറുപ്പും ഇതുകൊണ്ട് പോകും കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഒരു പപ്പായ പീസ് കൊണ്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഒന്ന് സ്ക്രബ് ചെയ്യല്ല, മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ലെയർ കൂടെ ഫേസിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ല തിക്കായിട്ടുള്ള പാക്കായിട്ട് നിൽക്കും കേട്ടോ. നല്ല തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലെയർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. നെക്കിലും ബാക്ക് സൈഡിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ നോർമൽ സ്കിന്നിലേക്ക് ടാനൊക്കെ മാറിയിട്ട് നമ്മുടെ നോർമൽ സ്കിന്നിലേക്ക് വരാൻ ഹെൽപ്പായിട്ടുള്ള നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് മുറ്റത്ത് തന്നെയാണ് കേട്ടോ പരിപാടി. മുറ്റത്ത് ചെടികൾക്ക് മണ്ണിട്ട് കൊടുക്കലും വിറക് അടുക്കി വെക്കലും അങ്ങനെ നല്ലോണം ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴയായില്ലേ, അപ്പൊ ആ മഴേന്റെ മുമ്പ് എല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 ദിവസമായിട്ട് മുറ്റത്ത് തന്നെയായിരുന്നു. അപ്പൊ കയ്യിലും ഫേസിലൊക്കെ നല്ലതുപോലെ ടാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ 2 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ടാൻ വന്നപ്പോൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണിത്. എന്റെ നോസിന്റെ ഈ കണ്ണിന്, ഈ കവിളിന്റെ ഇപ്പുറത്തും ഈ കവിളിന്റെ ഇപ്പുറത്തുമായിട്ട് ഈ നോസിന് ഇങ്ങനെയാണ് പെട്ടെന്ന് ടാന് വരിക. ടാന് നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ ടാനാവുക പെട്ടെന്ന്.
2 ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫേസിൽ ഏകദേശം എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയിട്ടൊന്നുമില്ല, ഫേസ് അധികം ഡ്രൈ ആയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഡ്രൈ ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി ഒരു ലെയറും കൂടെ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പതുക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഫസ്റ്റ് നമ്മളൊരു ലെയർ ചെയ്തതിന്റെ പുറത്തു കൂടെ അല്ലേ ചെയ്യുന്നത്, അപ്പൊ അത് തെന്നി പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മഞ്ഞൾ ചേർത്തത് കൊണ്ട് തന്നെ പുരികത്തിലാവുന്നതൊന്നും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പാക്ക് ഇടുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കരുത്. ഞാനിത് വീഡിയോ ചെയ്യുന്നതായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ അധികം ഡ്രൈ ആയിട്ടില്ല കേട്ടോ. ഇപ്പൊ നല്ലതുപോലെ 2 ലെയറും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് വാഷ് ചെയ്യുന്നത്. നോർമൽ വെള്ളത്തിലാണ്, സോപ്പൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോപ്പൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഒരു ദിവസം മാക്സിമം യൂസ് ചെയ്യാണ്ട് നിൽക്കാറുണ്ട് കേട്ടോ. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരാളൊരു റെമഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഒന്നുകിൽ നമ്മുടെ മൊബൈലിൽ നോക്കിയിട്ട് സ്ക്രീൻ ടൈം കൂടിയിട്ട് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഉറക്കക്കുറവ് കൊണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാത്തതുകൊണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം കേട്ടോ. നമ്മുടെ ബോഡി ക്ഷീണം വരുമ്പോൾ ആണ് നമുക്ക് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കാതെ ഇരിക്കുക. പിന്നെ കുക്കുംബർ ഒരു കഷ്ണം വെച്ചിട്ട് പറ്റുമെങ്കിൽ കണ്ണിന് ചുറ്റും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. രാവിലെ ഒരു ഐസ് ക്യൂബ് കൊണ്ട് മസാജ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കറക്റ്റ് ടൈമിൽ തന്നെ ഫുഡ് കഴിക്കുക. ഒരു 7-8 മണിക്കൂർ ഡ്യൂട്ടിക്ക് അനുസരിച്ച് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. മാക്സിമം സ്ക്രീൻ ടൈം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ 20 മിനിറ്റ് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കയ്യിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കയ്യിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ 2 കയ്യിൽ ഒരുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വേണം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മഞ്ഞൾ ഉപയോഗിച്ച് ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 ദിവസം 4 ദിവസം വരെ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കേടായി പോകില്ല കേട്ടോ. ഇപ്പൊ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി വലിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. കാരണം 2 ലെയർ ഇട്ട് കൊടുത്തോണ്ട് തന്നെ നല്ലതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ ഇങ്ങനെ ഒരു നോർമൽ അവസ്ഥയിൽ തന്നെ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സ്കിന്നിന് അതുപോലെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവും, സ്കിന്ന് വലിയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രം, ഏത് പാക്കാണെങ്കിലും അത്ര സമയം മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് സ്കിന്ന് ഡാമേജ് ആക്കിയിട്ട് കളയുന്നതിലേറെ നല്ലത് നമ്മൾ പാക്ക് ഇടുന്നതിന്റെ റിസൾട്ട് നമുക്ക് അപ്പോഴാണ് കിട്ടുന്നത്. എൻ്റെ കയ്യിലൊക്കെ നല്ലോണം ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. കാരണം കയ്യിൽ ഞാൻ അത്ര തിക്കായിട്ടല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഫേസും ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്യുന്നതിന് മുമ്പ് നല്ലതുപോലെ നിങ്ങളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കൈയൊന്ന് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നോർമൽ വെള്ളത്തിൽ തന്നെയാണ് വാഷ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ. ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ. എന്നിട്ടാണ് നോസിന്റെ ഇവിടെയൊക്കെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ.
ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ട് തോന്നുന്നുണ്ട്. അത് ഏത് പാക്ക് നമ്മൾ ഫേസ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫേസ് ആ സമയത്ത് എന്നല്ല, കുറച്ച് സമയം നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഇടക്കിടക്ക് വരുന്ന പിമ്പിൾസും ടാനൊക്കെ മാറി കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാക്കുകൾ നമ്മൾ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്നതാണ്, ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് ഒരിക്കലും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്ന വിധത്തിൽ പാക്കുകളൊന്നും വലിച്ച് പറിച്ച് കളയുന്ന വിധത്തിലാക്കരുത്. നല്ല സോഫ്റ്റ് ആയിരിക്കണേ, ഒരു 5 or 10 അല്ലെങ്കിൽ 15 മിനിറ്റോ അല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമി പോലത്തെ പാക്കുകളാണെങ്കിൽ മാത്രം 20 മിനിറ്റ് വെക്കുക. അതിനുശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് അത് റിമൂവ് ചെയ്യുക കേട്ടോ. പാക്ക് റിമൂവ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പാക്ക് ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പാക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഒരുപാട് വെളുത്തിട്ട് പറയുന്നൊന്നല്ല കേട്ടോ. ഒരാൾ താരതമ്യം ചെയ്തിട്ട് ഉപയോഗിക്കാനും പാടില്ല. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന പാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് തിരഞ്ഞെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.